വില്ലേജ് ഫാം ടൂറിസത്തിന്റെ 2ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഈശ്വരീരിയിലെ മലയോരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇന്നുള്ളത്. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ്. കാരണം രമേശിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 35 വർഷം മുമ്പ് ചിറ്റാരിക്കാരിൽ എളിയ രീതിയിൽ ആരംഭിച്ച ഒരു സ്ഥാപനം ഇന്ന് ഈസ്റ്റ്ലേരിയയിലെ മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമായി മാറിയിരിക്കുന്നു. നമ്മൾ ഇന്നതിൻ്റെ മുമ്പിലാണുള്ളത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് രമേശിന്റെ ഈ ബിസിനസ് സംരംഭം. എന്തായാലും നമ്മൾ 2ാം ദിവസത്തെ വില്ലേജ് ഫാം ടൂറിസം ഇവിടുന്ന് ആരംഭിച്ച് നമ്മൾ മല്ലുകുന്നിൽ കയറി അവിടുന്ന് മലാങ്കടവിലെത്തി ഓടോക്കലിലെത്തി നമ്മൾ വൈകിട്ട് ആയതിനു തീർത്ത് സമാപിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ദേശീയ ചെയർമാൻ ടി.എം. ജോസ് അവറുകളാണ്. ഇത് ഈ യാത്രയുടെ ലീഡർ സബാസ്റ്റി സാറാണ്. ഞാൻ ഇവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം 2 വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ KSSന്റെ ദേശീയ ചെയർമാൻ ശ്രീ ടി.എം. ജോസ് തൈല് സംസാരിക്കും. അതിനുശേഷം നമ്മുടെ രമേശന്റെ സക്സസ് സ്റ്റോറി 2 വാക്കുകൾ നമുക്ക് കേൾക്കാം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും രാവിലെ സ്വാഗതം ആശംസിക്കുന്നു. നമ്മൾ 2ാം ദിവസത്തേക്ക് കിടക്കുകയാണ്. സമയം കളയുന്നില്ല, നമുക്ക് വേഗം ആരംഭിക്കാം. നമുക്ക് ഈ മലയോര പ്രദേശത്തെ ഈസ്റ്റ്ലേരി, വെസ്റ്റ്ലേരി, വളാല്, ചെറുപുഴ പഞ്ചായത്തുകളിലെ ടൂറിസം പദ്ധതികളെ പ്രൊമോഷൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഈ പ്രാദേശിക വില്ലേജ് ടൂർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 10-40ഓളം വോളണ്ടിയേഴ്സ് വർക്ക് ഇന്നലെയും ഇന്നുമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിൽ പോവുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരൊക്കെ പല സ്ഥലങ്ങളിൽ നമ്മളെ അഭിസംബോധന ചെയ്തും ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഈ കൊടുത്ത് നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ രാവിലെ തുടങ്ങുന്നത് നമുക്ക് മലയോരത്തിന് അഭിമാനകരമായ രീതിയിൽ വളർന്നു വന്ന ഒരു മലയോര ഹൈവേയുടെ സമീപത്ത് ഇന്ന് ഐശ്വര്യ റെസ്റ്റോറൻ്റ് എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനത്തിൻ്റെ ഓണർ ആയിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ്. അപ്പോൾ നമുക്കൊരു സക്സസ് സ്റ്റോറിയാണിത്. എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. ഇതും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സെൻ്ററാണ്. കാരണം ഇവിടെ താമസ സൗകര്യവും അതുപോലെ തന്നെ മീറ്റിംഗ് ഹാളും ഫ്രഷപ്പ് സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ നല്ല രുചികരമായ ഭക്ഷണവും കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഒന്ന് നമുക്ക് രമേശിനോട് ചോദിച്ചറിയാം. അത് പ്രിയമുള്ളവരെ, മലയോര ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഐശ്വര്യമായിട്ടുള്ള ഐശ്വര്യ ഹോട്ടൽ ഉടമ രമേശന്റെ ഹോട്ടലിലാണ്. ഇപ്പം രമേശിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കഠിന പ്രയത്നത്തിലൂടെ പ്രവാസ ജീവിതമൊക്കെ നയിച്ച് താൻ സമ്പാദിച്ച സ്വത്ത് തൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് പുതിയ സംരംഭം തുടങ്ങി ഏകദേശം ഒരു 25ഓളം കുടുംബങ്ങളുടെ അത്താണിയായി മാറിയിരിക്കുന്ന പ്രിയപ്പെട്ട രമേശന്റെ ആ സക്സസ് സ്റ്റോറിയും കഠിനാധ്വാനം നമ്മളിലേക്ക് ഒരു പുതിയ കാഴ്ചാനുഭവങ്ങളും പുതിയ സംരംഭങ്ങളും തുറന്നവർക്കൊരു മാതൃകയാണ്. രമേശ, സന്തോഷമായിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ ഇന്ന് ഗ്രാമയാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെ. അപ്പൊ ഈ ഹോട്ടലിനെ കുറിച്ചും ഇതിന്റെ ഈ പുതിയ കാഴ്ചപ്പാടുകൾ, ഈ ടൂറിസം ഇപ്പം ചെറുപുഴ, വളാല്, വെസ്റ്റലേരി പഞ്ചായത്തുകൾക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതെ. ഈ ഗ്രാമീണ ടൂറിസത്തിന്റെ ഭാഗമായിക്കൊണ്ട് എന്ത് സപ്പോർട്ടാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്? ഇത് നമ്മൾ കാര്യമായിട്ട് കൂടുതൽ ഭക്ഷണം സപ്ലൈ ചെയ്യും. അവിടെ ഭക്ഷണത്തിന്റെ കാര്യമാണ് കൂടുതൽ. ഓർഡറൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഡോർമെറ്ററി സംവിധാനമുണ്ട് ഇവിടെ. പിന്നെ അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമുക്ക് ഒരു 40 പേർക്ക് താമസിക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ചെറിയൊരു മീറ്റിംഗ് ഹാളുണ്ട് മുകളിൽ. ചെറിയൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒരു 100-125 പേർക്ക് പങ്കെടുക്കാൻ പറ്റും നമുക്ക്. ഇന്നലെ ഞങ്ങൾ യാത്രയിൽ പോയപ്പോൾ പല സ്ഥലത്തും ചെന്നപ്പോൾ പല വീടുകളും അതിൽ ഹോം സ്റ്റേ നടത്തുന്നവർ പറഞ്ഞു ഫുഡിന്റെ കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞു. കുറച്ച് അത്യാവശ്യക്കാർക്ക് മാത്രം ഞങ്ങൾ തയ്യാറായിട്ടും ബാക്കി ഐശ്വര്യ ഹോട്ടലിൽ നിന്നാണ് കൊടുക്കുന്നത്. അത് ശരിയാണെന്ന് അറിയാം. കുറേ സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അതിന് ഓർഡർ അനുസരിച്ച് ഇന്ത്യൻ ഫുഡും അത് നോർത്ത് ഇന്ത്യൻ ഫുഡും കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ നോർത്ത് ഇന്ത്യൻ കുറവാണ്. ഇന്ത്യനാണ് കൂടുതലും പോകുന്നത്. ബിരിയാണി അങ്ങനത്തെ ഐറ്റങ്ങളാണ് കൂടുതൽ പോകുന്നത്. ഈ ഗ്രാമയാത്രയുടെ ഈ ടൂറിസം പ്രൊമോഷന്റെ പ്രധാന സംഭവം തന്നെ നല്ല ഡെസ്റ്റിനേഷൻ കണ്ടെത്തുക, അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതുപോലുള്ള യുവ സംരംഭകർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക, അവരുള്ള ലിങ്ക് വർദ്ധിപ്പിക്കുക. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം എത്തിച്ചേർന്ന ചിറ്റാരിക്കാൽ കിഴക്കൻ കാവ് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ സാലു എത്തിച്ചേർന്നിട്ടുണ്ട്. മലയോര മേഖലയിലെ ഒരു പുതിയ സംരംഭകനും അതുപോലെ തന്നെ ആർക്കിടെക്റ്റുമാണ്. സാലു നമ്മളോട് ചേർന്ന് ഈ യാത്രയ്ക്ക് ആശംസകൾ നേരാൻ സാലുവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചു. പ്രിയമുള്ള യോഗാധ്യക്ഷൻ, അതുപോലെ തന്നെ ഈ യോഗത്തിൽ സമ്മേളിക്കുന്ന മെമ്പർമാർ, ഈ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമ്മുടെ നാടിന് ഉത്തേജനം നൽകുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സുകളെയും ടൂറിസം മേഖലയൊക്കെ എങ്ങനെ പരിപോഷിപ്പിക്കുക എന്നുള്ള ആശയത്തോടു കൂടി ഇറങ്ങിയിട്ടുള്ള ഈ സംരംഭത്തിന് നമ്മുടെ നാടിൻ്റെയും ഈ പ്രദേശത്തിൻ്റെ ആയിട്ടുള്ള എല്ലാവിധ ആശംസയും നൽകിക്കൊണ്ട് ഞാൻ എളിയ വാക്ക് നിർത്തുകയാണ്.
ഈ ഒരു രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. നിങ്ങളൊരു ആർക്കിടെക്ട് എഞ്ചിനീയറിംഗ് മേഖല വർക്ക് ചെയ്യാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളൊക്കെ ചെയ്തു കൊടുക്കുന്നില്ലേ? ഉണ്ട്. ടൂറിസമായിട്ടുള്ള കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മലയാളം തന്നെ ഉണ്ട്. റിസോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഹോം സ്റ്റേകൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു ഹോം സ്റ്റേ സംവിധാനം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോട് ചേർന്നിട്ട് ഏകദേശം 7 ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇപ്പോൾ അറേഞ്ച് ആക്കിയിരിക്കുകയാണ്. ഒരു 15 ദിവസത്തിനുള്ളിൽ അത് നമുക്കെല്ലാം ചെയ്യാനാവും. ആ രീതിയിലായിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. നാടിന് വികസനം കൊണ്ടുവരാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് പോലെ കിട്ടും. അതുപോലെ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കമ്മിറ്റി എന്ന നിലയിൽ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മൾ വാഗ്ദാനം ചെയ്യുകയാണ്. അത് എത്രത്തോളം ആൾക്കാരെ കൂട്ടി ചെയ്യാൻ പറ്റുമെങ്കിലും അതിൻ്റെ രീതി എന്താണെന്ന് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പൂർണ്ണ സമ്മതമാണെന്നാണ് ഞാൻ പറയുന്നത്. ശബരിമല യാത്രയിലെ ഒരു ഇടത്താവളം പോലെ കർണാടകം, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കുടക് വഴിയുള്ള വൻതോതിലുള്ള ഭക്തരുടെ യാത്രയുണ്ട്. അതിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ഈ പ്രദേശ ക്ഷേത്രങ്ങളിൽ അത് നമ്മുടെ ചിറ്റാക്കൽ ക്ഷേത്രം തന്നെ ഇപ്പോൾ ഒരു ഇടത്താവളമായിട്ട് ഒരു 3 വർഷം മുമ്പ് തന്നെ നമ്മൾ പ്രഖ്യാപിച്ച് ഏകദേശം ശബരിമല യാത്രയിൽ നിന്ന് ഈ കൊടക് ഭാഗത്തു നിന്നും മംഗലാം സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ചിറ്റാക്കൽ ക്ഷേത്രത്തിൽ തങ്ങാറുണ്ട്. ഏകദേശം ആ സീസൺ കാലത്തിൽ ഒരു 100 ചില്ലറ സ്വാമിമാർ ക്ഷേത്രത്തിൽ തങ്ങാനുള്ള സൗകര്യവും കാര്യങ്ങളും നമ്മൾ കൊടുക്കലുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ അതിന് പോരാത്ത ടോയ്ലറ്റും ബാത്റൂമുകളും ഇപ്പം പണി നടന്നുകൊണ്ടും കൂടി ഇരിക്കുകയാണ്. ഈ സീസൺ കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മലബാർ കറി മസാല ഓർഡർ നിർമ്മാണ യൂണിറ്റിലാണ്. അതിൻ്റെ MD ഡോൺ സെബാസ്റ്റ്യൻ യുവ സംരംഭകനാണ്. ഏകദേശം 100ഓളം ആളുകൾക്ക് ജോലി നൽകുന്ന വലിയൊരു സ്ഥാപനത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിയാണ് ഡോൺസുമായി ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ഗ്രാമയാത്രയുടെ ഭാഗമായിട്ട്. ഡോൺസ്, കൺഗ്രാജുലേഷൻസ്. ഈ വലിയ സംരംഭത്തിന് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കും. എന്താണ് ഈ പുതിയ സംരംഭം ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു പ്രചോദനം? എൻ്റെ പേര് ഡോൺ സെബാസ്റ്റ്യൻ, ചിറ്റാക്കൽ സ്വദേശിയാണ്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഫാദറായിട്ട് തുടങ്ങിയ സംരംഭമാണ്. 1998 തുടങ്ങിയതാണ്. ഇന്നിപ്പം 28ാമത്തെ വർഷമാണ് ഈ സ്ഥാപനം മുൻപോട്ട് പോകുന്നത്. ഇന്ന് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളൊരു 150-200 സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങി വന്നത്. ഇപ്പം ഏകദേശം ഒരു 25,000 സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കേരളത്തിലും മറ്റ് 5 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ മലബാർ മസാല വിതരണം ചെയ്യുന്നു. കൂടാതെ മലേഷ്യ, ഇന്തോനേഷ്യ, മാലദ്വീപ്സ്, UAE എന്നീ രാജ്യങ്ങളിലും ഞങ്ങളുടെ ഉൽപ്പന്നം എത്തിക്കുന്നുണ്ട്. ഈ പൊതുസമൂഹത്തോട്, ഈ സംരംഭം യുവാക്കളോട് എന്താണ് പറയുക? ചെറുപ്പക്കാരോട് പറയാനുള്ള ഒരു സന്ദേശം. ഇതൊരു മാതൃകയാണ്. ഏകദേശം ഇത്രയും വലിയൊരു സംരംഭം നമ്മുടെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ അച്ഛൻ നൽകിയ സംഭാവന ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു തൻ്റെ എല്ലാവരും വിദേശത്തേക്ക് പോകുന്നൊരു കാലഘട്ടത്തിൽ ഇവിടെ തന്നെ നിന്നുകൊണ്ട് കുറേ കുടുംബങ്ങളെ സംരക്ഷിക്കുക, അതുപോലെ ബിസിനസ് മെച്ചപ്പെടുത്തുക, നല്ല ഒരു നാടിൻ്റെ നന്മയ്ക്കായിട്ട് മാറുന്ന ഒരു സംരംഭം യൂത്തിനോട് പറയാനുള്ളൊരു സന്ദേശമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കൾക്ക് കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം വളരെ ഈസി ആയിട്ട് നേടുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്നത്തെ യുവാക്കൾക്ക്. കഷ്ടപ്പെട്ട് നമുക്ക് നേടാൻ പറ്റുമെങ്കിൽ
അല്ലെങ്കിൽ നേടാൻ തയ്യാറാണെങ്കിൽ നമ്മൾ മറ്റു രാജ്യങ്ങളിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല അവസരങ്ങളുണ്ട്. എല്ലാവരും കേരളത്തെ കുറ്റം പറയുമ്പോഴും ഞാൻ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നതിൽ 100% സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം കേരളത്തിന് അത്ര ഓപ്പർച്യൂണിറ്റി മറ്റൊരു സംസ്ഥാനങ്ങളിലില്ല. എല്ലാവരും കേരളത്തെ കളിയാക്കുമ്പോഴും ഞാൻ കേരളത്തിനോടൊപ്പം തന്നെയാണ്. കാരണം അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേരളത്തിൽ. ആൾക്കാർ അത് കണ്ടെത്തുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എല്ലാവരും സംരംഭകനാകണം. കാരണം നമ്മുടെ നാട്, സംസ്ഥാനം, നമ്മുടെ രാജ്യത്തിന് എപ്പോഴും ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ സംരംഭങ്ങൾ വരണം. അപ്പൊ എല്ലാവരും സംരംഭത്തിലേക്ക് കടന്നു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പല ആൾക്കാരും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം കേരളത്തിന്റെ അത്രത്തോളം സഹകരണമുള്ള മറ്റൊരു സംസ്ഥാനങ്ങളില്ല. നമ്മൾ പറയുമ്പോൾ കർണാടകത്തിലും ആന്ധ്രയിലും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒത്തിരി ഗവൺമെന്റ് സഹായങ്ങളുണ്ടെന്ന് പറയുമ്പോഴും അതൊക്കെ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ്. നമ്മളൊരു വ്യവസായ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർ 100% നമ്മൾ വ്യവസായ സാഹചര്യം ഒരുക്കാൻ വേണ്ടി നമ്മളോട് അത്രത്തോളം സഹകരിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ വ്യവസായ വകുപ്പ്. നമ്മളവിടെ പോവോ, അവരോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ തയ്യാറാകാത്തതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ വ്യവസായം അല്ലെങ്കിൽ കേരള സർക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ വളരെ മോശമാണെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാരും സബ്സിഡി നേടി മുങ്ങുക എന്നുള്ളതാണ് പലപ്പോഴും കണ്ടുവരുന്നത്. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ 100% ആത്മാർത്ഥതയോടെ ചെയ്യണം. സബ്സിഡിയൊക്കെ നമ്മളൊരു മാൻഡേറ്റ് ആയിട്ട് കാണില്ല. അതൊക്കെ നമ്മുടെ ഒരു അധിക വരുമാനം എന്ന് മാത്രം കാണുക. നമ്മൾ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടയ്ക്കുക. അതിന് പുറമെ സർക്കാർ ഒരു ബോണസ് മാത്രമാണ് സബ്സിഡികൾ. നമ്മൾ ഒരിക്കലും അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അത് കിട്ടുന്നത് ഇതിനൊരു അഡീഷണൽ ബോണസ് മാത്രമായി കരുതി മുന്നോട്ട് പോവുക. ഒരുപാട് വ്യവസായങ്ങൾക്കുള്ള സാധ്യതയുണ്ട് കേരളം. അത് യുവാക്കളും മറ്റു ആൾക്കാരും കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു ഡോൺസ്. അതുപോലെ തന്നെ ജോൺസണുണ്ട്, ഇതുപോലെ വലിയൊരു സംരംഭകനാണ് ജോൺസണും. അപ്പം ഇവർക്ക് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം പറഞ്ഞ് ഇതിന്റെ സ്ഥാപകനും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഈ ടീമിന്റെ. ഓക്കെ, താങ്ക് യു. ഇതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഇതിന്റെ ഉടമസ്ഥയുമായ ശ്രീമതി മിനി മാഡം ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഇതിനോട് എത്തിച്ചേർന്ന പ്രമുഖ കർഷകനായ ശ്രീ മാമച്ചൻ കായമകലാണ്. അദ്ദേഹത്തെ മിനി മാഡമായി ഇന്റർവ്യൂ ചെയ്യുന്നത് സ്നേഹിതരോട് ക്ഷണിച്ചു. സുഹൃത്തുക്കളെ, പ്രാരംഭം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന തേനീച്ച കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വളരെ നാളുകൾക്ക് പരിചയത്തോടുകൂടിയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ മുമ്പിലാണ്. ചെറിയാച്ചൻ സ്ഥലത്തില്ല എങ്കിലും ഇവിടെ മിനിയുണ്ട്. മിനിയുമായിട്ട് നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ചെറിയാച്ചന് ഞങ്ങളെ കാര്യങ്ങളിൽ കൂടി ഒരു ടീമായിട്ട് തേനീച്ച വളർത്തലുണ്ടായിരുന്നു. ഈ കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു തേനീച്ച കർഷകനാണ്. ഒരുപാട് പേര് ഇവിടെ വന്ന് ശിഷ്യത്വമേറ്റ് വിപുലമായ തേനീച്ച കൃഷിയിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്മൃതി പ്രൊജക്റ്റിൽപ്പെട്ട ഇങ്ങനെയൊരു പദ്ധതി നമുക്കിവിടെ ലഭിച്ചത്. ഇവിടെ ഇപ്പം 500 ഇതൊരു ക്ലസ്റ്ററാണ്. ഇതിൽ 500 കർഷകരുണ്ട്. അവരിൽ നിന്നും തേന എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു സബ്സിഡി ഇനത്തിൽ ഒരു 10,000 രൂപയുടെ 3 തേനീച്ചപ്പെട്ടി, 5 തേനീച്ചപ്പെട്ടി, അതുപോലെ തന്നെ മെഷീന്, അതിൻ്റെ തൊപ്പി, സ്മോക്കർ, അങ്ങനെയുള്ള അതിൻ്റെ സംവിധാനങ്ങളെല്ലാം അവർക്ക് കൊടുത്ത് അവരെ ഈ 500 പേരുടെ ഒരു ക്ലസ്റ്ററാണ് ഈ സംഭവം ഇങ്ങനെ ഇവിടെ ഉള്ളത്. ഇവിടെ നിന്നും തേന ധാരാളം സ്ഥലത്തേക്ക് പോയിക്കൊണ്ട് വിപുലമായ സ്ഥലത്തേക്ക് കച്ചവടം നടത്തുന്നുണ്ട്. അതുവഴി ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഹണി ക്രീമും ഇറക്കുന്നുണ്ട്. തേനീച്ച മെഴുകുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഹണി ക്രീം. അത് ഞാനാണ് നിർമ്മിക്കുന്നത്. ആ ക്രീം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് മൊത്തം സ്കിന്ന് ഡ്രൈ ആകുന്നതിന്, അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ കാല് വിണ്ട് കീറുന്നതിന്, ചൊറിച്ചില്, ചൂടുകുരു, അത് ഒരുപാട് ആൾക്കാരെ ഇപ്പൊ അതിന്റെ ഇങ്ങോട്ട് ഫലം അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം പുരുഷന്മാരും മേടിക്കുന്നുണ്ട് ആഫ്റ്റർ ഷേവിംഗ് ആയിട്ട്. അതുപോലെ തന്നെ താരം പോയെന്ന് അറിയിച്ചു, വസ്ത്രം ഇട്ടിട്ടുള്ള അലർജികള്, അങ്ങനെ ഒരുപാട് സ്കിന്ന് പരമായിട്ടുള്ള സർവ്വ രോഗത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ലൊരു ഉറപ്പുള്ളതാണ്. ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. ഞാനത് പലർക്കും ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം വാങ്ങിയവർ അത് പിന്നെയും അത് തന്നെ വാങ്ങുന്നുണ്ട്. ആ സാധനം അത് ഈ അലർജി വരുന്നതിനാണ് ഏറ്റവും ബെറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ശരീരത്തൊക്കെ ഇങ്ങനെ തടിച്ച് അലർജി പോലെ വരുന്നതിനൊക്കെ അത് പറ്റിക്കഴിഞ്ഞാൽ, പിന്നെ ഈ ചൂടുകുരു വരുന്നതിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ആയിട്ട് പലർക്കും അത് മേടിച്ചു കൊടുത്തിട്ട് നല്ലൊരു അനുഭവം എനിക്കും കിട്ടിയിട്ടുണ്ട്. മറ്റെന്ത് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ തേനുമായിട്ട് ബന്ധപ്പെട്ടത്? ഇവിടെ ഇതിന്റെ പിന്നെ തേന്, കാന്താരി തേന, ഇഞ്ചി തേന, അങ്ങനെയുള്ള ഇപ്പം ഒരു കുറച്ചായിട്ടത് ഇനി തുടങ്ങണം, നിർത്തി വെച്ചിരിക്കുകയാണ്. ഇഞ്ചി തേന, അതുപോലെ തന്നെ മുന്തിരി ഇട്ടുള്ള വൈന്, അതുപോലെ തന്നെ പിന്നെ ജാതിക്കയുടെ തൊണ്ടിട്ട് അത് ഒരുപാട് പേർക്ക് സുഖപ്പെട്ടിട്ടുണ്ട്. വയറു സംബന്ധമായ അസുഖങ്ങൾക്ക് ജാതിക്കയുടെ തൊണ്ട് തേനുമായിട്ടിട്ട് വെച്ചിട്ട് ആ ഒരു
ഔഷധം കഴിക്കുക. അതൊരു അരിഷ്ടം പോലെ. നമ്മൾ വേറൊന്നും അതിനകത്ത് ചേർക്കുന്നില്ല, തേനും നാരങ്ങായും മാത്രം. അതുപോലെ തേനും നെല്ലിക്കായും മാത്രം. അതിനകത്ത് വേറെ മരുന്നുകളൊന്നും ചേർക്കുന്നില്ല, തേനും നെല്ലിക്കായും മാത്രം. നമ്മൾ ഈ വയനാടൻ തേനെന്നും തേൻ നെല്ലിക്കാന്നും പറഞ്ഞു കൊണ്ടിരുന്ന തേന് യഥാർത്ഥത്തിൽ തേൻ നെല്ലിക്കയല്ല. തേൻ അതിനകത്ത് നെല്ലിക്ക ഇട്ട് കഴിഞ്ഞാൽ നെല്ലിക്ക ചുങ്ങിപ്പോകും. തേൻ ഒരിക്കലും അത് പിന്നെ ഇങ്ങനെ നെല്ലിക്ക തേൻ കുടിച്ചിട്ട് വീർത്ത് വരികയില്ല. അത് ഇങ്ങനെ ഉണ്ടാക്കുന്നൊരു സംഭവം അല്ല. അത് വേറെ പഞ്ചസാര ചായക്ക് അതിട്ട് പുഴുങ്ങി ഉണ്ടാക്കുന്നതിന് തേനെ മറ്റ് ജലം അബ്സോർവ് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ ഇഞ്ചി ഇട്ടത്, വെളുത്തുള്ളി ഇട്ടത്, കാന്താരി തേനിട്ടത്, അങ്ങനെയുള്ള എല്ലാം കൂടെ അത് പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ, കൊളസ്ട്രോള്, കാന്താരി തേന്, അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നിർമ്മിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഒരു 2-3 മാസമായിട്ട് ആ സംഭവങ്ങൾ ഇപ്പൊ ഇല്ല. ഇനി അത് തുടങ്ങണം വിപുലമായിട്ട്. ക്ലസ്റ്ററിൽ 500 മെമ്പർമാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങുകളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് നടത്തുന്നത്, അതേ ഓരോ സ്ഥലങ്ങളിൽ പോയി ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്, ഓരോ സ്ഥലങ്ങളിൽ പോയി നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അങ്ങനെ സാധനങ്ങളെല്ലാം ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നു. ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നു. നല്ലമ്പഴ ഒരു ഷോപ്പും കൂടെ ഉണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ മലയോര ഹൈവേയിലെ നല്ലമ്പഴ എന്ന സ്ഥലത്ത് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഇതിന്റെ ഒരു ഓഫീസ് പോലെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും വന്ന് കാണാനും സൗകര്യപ്രദമായ സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യമുള്ള സ്ഥലമാണ്. നല്ലമ്പഴ എന്ന് പറയുന്നിടത്ത് മെയിൻ റോഡ് സൈഡിൽ തന്നെയുണ്ട്. വെല്ലിപ്പറ ബീ കീപ്പിംഗ് സൊസൈറ്റി ക്ലസ്റ്റർ. ഇപ്പോൾ അത് ക്ലസ്റ്ററായിട്ട് അത് സ്മൃതി പ്രൊജക്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീമിൽ പെടുത്തിയുള്ള ഖാദി ബോർഡിന്റെ